അസ്സലാമലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കട്ടെ. അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഒരു മീൻ കറി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ അതിലേക്കുള്ള ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ ഈ മീൻ ഷാഫി എന്ന് പറഞ്ഞൊരു മീനാണ് കേട്ടോ. നമ്മൾ കടയിൽ നിന്ന് തന്നെ വെട്ടി അവർ തോലൊക്കെ തൊളിച്ച് വൃത്തിയാക്കി തന്ന മീനാണ് കേട്ടോ. അത് കഴുകി വെച്ചിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ കഴുകിയാണ്ട് ഊറ്റി വെക്കണം. അപ്പം ഞാൻ ആദ്യം മീൻ മസാല തേക്കാനുള്ളത് ഉണ്ടാക്കട്ടപ്പോൾ ഇതാണ് നമ്മളെ മീൻ ഉണ്ടോ. അവരൊക്കെ തോലൊക്കെ ചീന്തിയിട്ട് നല്ല വൃത്തിയാക്കി ഇതാക്കി തന്നിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് വെള്ളം വാർക്കണം. ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചാണ് ഇനി ഒന്ന് വെള്ളം വാരാൻ വെക്കണം. അപ്പോൾ ഞാൻ മീൻ പൊരിക്കാനുള്ള മീൻ കുറച്ച് മസാല ഉണ്ടാക്കാണ്ട്. അപ്പോൾ അത് മസാല ഉണ്ടാക്കട്ടെ കേട്ടോ. ആദ്യം അതാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ടാണ് കറിക്കുള്ള തേങ്ങ ഒക്കെ നമുക്ക് അരക്കാൻ. അപ്പോൾ അതിൽ കുറച്ച് ചീരുള്ളി ഞാൻ ഇങ്ങനെ ചെറിയ ഉള്ളി തൊലിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് അതിൽ ഇട്ട് കൊടുക്കാം, മിക്സി കിട്ടാം. അപ്പോൾ നമ്മൾ എല്ലാ മസാലയും കൂടെ ഇങ്ങനെ അരച്ച് ചെയ്യാണ്ട് മീനിൽ മസാല തേച്ച് പിടിപ്പിച്ചാൽ ആ മീൻ പൊരിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. ഇറച്ചിയുള്ള മീനൊക്കെ ആകുമ്പോഴേ കുറച്ച് അപ്പോൾ ഞാൻ വലിയ ജീരകം ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ അതിലേക്ക് മഞ്ഞൾപ്പൊടി ഒരു അര സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടി ഞാൻ ഒരു സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അത് അത്യാവശ്യം എരിവുള്ള മുളക് പൊടി കേട്ടോ. അതുകൊണ്ടാണ് ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു സ്പൂൺ അതേമാതിരി മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ ഈ ഇറച്ചിയുള്ള മീനുകൾക്ക് മല്ലിപ്പൊടിയാണ് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് മസാല കിട്ടുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 തണ്ട് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളെ വീട്ടിലുണ്ടാകുന്ന കരിവേപ്പില കേട്ടോ. അതാകുമ്പോൾ വിഷങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല വൃത്തിയുള്ള കരിവേപ്പിൻ്റെ ഇലയാണ്. കരിവേപ്പിൻ്റെ ഇല ഇങ്ങനെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കൂട്ടി അരച്ചിട്ടുണ്ടെങ്കിൽ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാട്ടോ. പൊരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വെളുത്തുള്ളി അരച്ച് വെച്ചാണിത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുക്കട്ടോ. ഞാൻ ഇഞ്ചി വേറെ വെളുത്തുള്ളി വേറെയും കൂടെയാണ് അരച്ച് വെക്കൽ. കാരണം നമുക്ക് ഇഞ്ചിൻ്റെ നീര് എന്തിനെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി അതിൽ ചേർത്താൽ പിന്നെ അപ്പോൾ പറ്റില്ല. ഒരു വയറുവേദന എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും നല്ലതാണ് ഇഞ്ചിൻ്റെ നീര്. പിന്നെ അതുപോലെ ദഹനക്കുറവ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇഞ്ചിൻ്റെ നീരൊക്കെ കുറച്ചങ്ങനെ കുടിക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വേറെ അത് അരച്ച് വെക്കണം കേട്ടോ. ഇഞ്ചി വേറെയും വെളുത്തുള്ളി വേറെയാണ് നമ്മൾ അരച്ച് വെക്കൽ. അപ്പോൾ അതിൽ നിന്നൊരു പീസ് ഞാൻ കറിയൊക്കെ ഇടാൻ വേണ്ടി ഇവിടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് അതിൽ ഇടണ്ടല്ലോ വെച്ചിട്ടാണ്. ഇഞ്ചിൻ്റെ നീരും തേനും കൂടെ വയറുവേദനക്കും ഗ്യാസിനൊക്കെ നല്ലതാണ് കേട്ടോ. വയറ്റിൽ നിന്ന് പോണതിനൊക്കെ നല്ലതാണ് കുടിച്ചാൽ. കുറച്ച് പുളിവെള്ളം ഞാൻ അധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് അരക്കാനുള്ളത് നമുക്ക് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ 2 തക്കാളിയാണ് കറിക്ക് എടുത്തിട്ടുള്ളത്. ഈ 2 തക്കാളി കുരുവൊക്കെ ഇങ്ങനെ ചട്ടിക്ക് തന്നെ പിഴിഞ്ഞെടുക്കട്ടോ. പിന്നെ 2 പച്ചമുളകും. എന്നിട്ട് തക്കാളി നമുക്ക് തേങ്ങ ഇതൊക്കെ അരക്കണേൻ്റെ കൂടുതലിട്ട് അരച്ച് കൊടുത്താൽ മതി. ചണ്ടിയും ചാവാരുമായിട്ട് കറിയിൽ ഇങ്ങനെ കിടക്കില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 3-4 ചെറിയ ഉള്ളിയുണ്ട്. അതങ്ങോട്ട് അത് ഇട്ട് കൊടുക്കുക. ഒരു ചെറിയ മുറി തേങ്ങ കേട്ടോ എടുത്തിട്ടുള്ളത്. ആ ഇഞ്ചിൻ്റെ പീസും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് കറിക്കിടാനുള്ളത് അത് അരക്കണില്ല കേട്ടോ. ചട്ടിക്ക് ഇട്ട് കൊടുത്ത് ഇനി ഒരു മുറി തേങ്ങയാണ് ഇത് നമുക്ക് ഇതിട്ട് അരച്ച് കൊടുക്കാം. ഇതിൻ്റെ കൂടുതൽ നമുക്ക് കുറച്ച് വെള്ളുള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ 2-3 തണ്ട് കരിവേപ്പില നമുക്ക് കറിക്ക് ഇങ്ങനെ തേങ്ങ അരക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ അരച്ചാൽ നല്ല ടേസ്റ്റാട്ടോ കറിക്ക്. എല്ലാവരും ചെയ്ത് നോക്കി ഇങ്ങനെ അരക്കണതിൻ്റെ കൂടുതലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതതിൻ്റെ കൂടെ അരിഞ്ഞ് പോയിക്കോളും.
നമുക്ക് കുറച്ച് ഇതിൽ നിന്ന് വെളുത്തുള്ളി ഉണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. അപ്പോൾ അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് നേരം എടുത്ത് വെച്ചപ്പോഴേ അപ്പോൾ അങ്ങനെ കുറഞ്ഞൊരു ലൂസായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ ലൂസായ ഭാഗം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കണം. മുളക് പൊടി നമുക്ക് ഒരു 1.5 സ്പൂണിൻ്റെ അടുത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഒരു 2 സ്പൂണ് ഞാൻ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ. ഇങ്ങനത്തെ മീനുകൾക്കൊക്കെ മല്ലിപ്പൊടി അത്യാവശ്യം വേണം കേട്ടോ. ഇനി 1 സ്പൂണ് വലിയ ജീരകവും നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ തേങ്ങ നമ്മൾ അരക്കൽ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചട്ടിക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നും കച്ചറായി കൊടുക്കില്ല. നമുക്ക് കുറച്ച് പുളി വെള്ളം ഒഴിച്ചാണ്ട് ഈ മിക്സി ഒന്ന് ചുഴറ്റിയെടുക്കണം കേട്ടോ. നല്ലൊന്ന് കുലുക്കി കൊടുത്താൽ മതി. അപ്പോൾ അങ്ങോട്ട് അരവൊക്കെ നല്ലൊരു വെള്ളത്തിലായി വരും. അപ്പോൾ നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടോ. ഒന്നും കൂടെ വെള്ളം ഒഴിച്ചാണ്ട് നമുക്കൊന്ന് മിക്സി ഇങ്ങനെ കുലുക്കി കൊടുക്കട്ടോ. ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളിയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇനി റെഡിയാക്കി വെച്ചതായിരുന്നു കേട്ടോ. നമുക്ക് ബാക്കിയുള്ള പുളീൻ്റെ വെള്ളം അധികമാണ്ട് ഒഴിച്ച് കൊടുക്കുക. പാകത്തുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ നമുക്കത് അടുപ്പത്ത് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെയും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് എല്ലാവർക്കും നല്ലത് വരട്ടെ, സമാധാനം സൗഖ്യം എല്ലാവരുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെ വയനാട് കുറേ ആൾക്കാർ ഇപ്പോൾ ദുരിതമടിച്ച് ജീവിക്കുകയാണ്, ക്യാമ്പിലും അവിടെയും ഇവിടെയായിട്ട്. അവർക്ക് നല്ലൊരു ജീവിതം അള്ളാഹ് എത്തിച്ച് കൊടുക്കട്ടെ. അവരെ എല്ലാതും നഷ്ടപ്പെട്ടൊരു ജീവിതമാണ് അവർക്കുള്ളത്. അങ്ങനെ എല്ലാവരും സഹകരണവും സപ്പോർട്ടും ഒക്കെ ഉണ്ടാവട്ടെ അവർക്ക്. നമ്മളെക്കൊണ്ട് പറ്റണമൊക്കെ നമ്മളും ചെയ്യുക, പ്രാർത്ഥിക്കുക. അതൊക്കെ തന്നെ നടക്കുകയുള്ളൂ. അല്ല എന്താ ചെയ്യുക. പഠിച്ചവൻ അത്യാപത്തുകളെ തൊട്ട് എല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. ഒറ്റവരും ഉടയവരും ഇല്ലാതെ നഷ്ടപ്പെട്ട് ജീവിക്കുമ്പോൾ ആ വേദന നമുക്ക് മരണം വരെ തീർത്താൽ തീരാത്തൊരു വേദനയാണ്. നമ്മൾ കണ്ണും പിണീക്കുമ്പോൾ അത് എല്ലാതും നഷ്ടപ്പെട്ട വേദന നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. നമുക്ക് ക്ഷമ കൊടുക്കട്ടെ പഠിച്ചോ. ഇനി മുന്നോട്ടുള്ള ജീവിതം അവർക്ക് സമാധാനത്തോടുള്ള ജീവിതമാക്കി കൊടുക്കട്ടെ. അവർക്ക് വേണ്ടിയിട്ട് 5 നേരം നമ്മൾ പ്രാർത്ഥിക്കണം. കുറച്ചും കൂടെ വെള്ളം ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കട്ടി കൂടുതലായിരുന്നു, അതുകൊണ്ടാണ്. ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് പിന്നെ നല്ല മസാലയൊക്കെ വെന്തതിന് ശേഷം നമുക്കധികം മീനിട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ കറി ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ ബാക്കിയുള്ള മീൻ ഇനി എടുത്തുകൊണ്ട് ഞാൻ ആദ്യം അരച്ച് വെച്ച മസാലയാണിത്. അപ്പോൾ ഈ മസാല നമുക്കൊന്ന് മീനിൽ തേച്ച് പിടിപ്പിക്കാണ്ട് കേട്ടോ. പൊരിക്കാനുള്ള മീനിക്കാണ്. അപ്പോൾ മീനും ഇപ്പോൾ പൊരിക്കണില്ല, മോനക്ക് മാത്രമേ ഉച്ചക്ക് ആവശ്യമുള്ളൂ. എനിക്കൊക്കെ നോമ്പാണ്. പിന്നെ മൂപ്പര് ഇവിടെ ഉണ്ടാവില്ല, രാത്രിയേ വരുള്ളൂ. അപ്പോൾ രാത്രിയൊക്കെ മീൻ പൊരിച്ചാൽ മതി. ഉച്ചക്ക് എനിക്ക് നോമ്പല്ലേ, അതുകൊണ്ടാണ്. അപ്പോൾ മോനക്ക് വേണ്ടി ഒരു 3 പീസ് അതിൽ നിന്നെടുത്ത് നമുക്ക് പൊരിക്കണം. ഞാൻ മിക്സി കഴുകി വെച്ചിരുന്നിട്ട് ഞാൻ ചുഴറ്റി വെച്ചിരുന്നത് അരച്ചപ്പോൾ ആ വെള്ളം ഇട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കണേ. നമ്മളെല്ലാതും ഇട്ട് അരച്ചല്ല, അതുകൊണ്ട് ഇനി ഒന്നും അധികം ചേർക്കല്ല. ഇനി കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ പിന്നെ കായ ഉണ്ടാക്കി കഴിഞ്ഞാൽ മീനിൻ്റെ മസാല ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാട്ടോ. മീൻ പൊരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. അതെല്ലാ മസാലയും കൂടെ അരച്ച് ചേർത്തതുകൊണ്ടേ. ഈ കോൺഫ്ലവറിൻ്റെ പൊടിയും മസാല ചേർത്ത് കഴിഞ്ഞാൽ
മീനുമ്മ നല്ല പിടിക്കൂട്ട. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ ഇടുമ്പോഴൊന്നും എണ്ണയിൽ മസാല ഒരിത്തിയും പോകില്ല. നമുക്ക് ഈ മീനൊക്കെ ഇതിൽ മസാല തേച്ച് പിടിപ്പിക്കട്ടോ. ഞാൻ ഫ്രിഡ്ജിലൊക്കെയുള്ള പാത്രമുണ്ട്. അപ്പം ഞാൻ ഓരോന്നിങ്ങനെ തേങ്ങ ചിരണ്ടണതായാലും പച്ചക്കറി മുറിച്ചതായാലും എന്തുണ്ടെങ്കിലും മീൻ കായം തേക്കണതും പച്ചമീൻ കൊടുന്നാലും ഇറച്ചി കൊടുന്നാലൊക്കെ ഞാൻ ഇങ്ങനത്തെ പാത്രങ്ങളിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കലിട്ട്. എന്നാൽ നമുക്ക് ഫ്രിഡ്ജ് വേഗം എരപ്പാവില്ല. നമുക്ക് സാധനം നല്ല വൃത്തിയിൽ കിട്ടും ചെയ്യും. മീൻ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ സ്മെല്ലൊന്നും ഉണ്ടാവില്ല. അത് നമ്മൾ നല്ല അടച്ച് മൂടി ഒരു പാത്രത്തിലാക്കിയാണ് വെച്ച് കൊടുത്താൽ അതാണ് നല്ലത്. നമുക്ക് ഈ മീനൊക്കെ പൊരിക്കാനുള്ള മീനൊക്കെ നമുക്ക് ഇങ്ങനെ മസാല തേച്ച് വെക്കട്ടെ. അപ്പം നമ്മളെല്ലാ മീനും ഇങ്ങനെ മസാല തേച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നല്ല അടച്ച് വെക്കട്ടെ. അതിൽ നിന്ന് ഒരു 3 പീസ് എടുത്തിട്ട് ഞാൻ ഇപ്പോൾ പൊരിക്കട്ടോ. അതാകുമ്പോൾ കാറ്റും ഇതൊന്നും തണുപ്പ് ഐസൊന്നും ഉള്ളിലേക്ക് കയറില്ല. എന്നാൽ നല്ല തണുപ്പായി സെറ്റായിരിക്കും ചെയ്യും. വൃത്തികേടൊന്നും ഉണ്ടാവില്ല കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കണം. അപ്പം നമ്മൾ മസാലയും തേങ്ങയൊക്കെ നല്ല തിളച്ച് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാട്ടോ ഈ മീൻ. ഈ മീൻ കറി വെച്ചാൽ ചോർക്കും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി. അധികം വില ഒന്നുമില്ല. നമ്മൾ സാധാരണക്കാർക്ക് പറ്റിയ മീനാണ്. കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. നമ്മൾ മീനും മസാലയൊക്കെ നല്ല തിളച്ച് വെന്ത് വരുന്നുണ്ട് കേട്ടോ. നമ്മളിപ്പോൾ ഇങ്ങനെ അരച്ച് എല്ലാതും ഇട്ട് അരച്ചുകൊണ്ട് നമുക്ക് കറിയിൽ അങ്ങനെ കച്ചറയും കാടൊന്നുമില്ല. മീനിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ പെറുക്കിയെടുക്കാണ്ടാവുള്ളൂ. 2 പച്ചമുളക്, വേറൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ കറിയൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്കൊന്ന് ചെറിയ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും ഉലുവയും കൂടെ ഇട്ടിട്ട് നല്ലൊന്ന് വെളിച്ചെണ്ണ തൂമിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ചട്ടിയിൽ എണ്ണ ഒന്ന് വറ്റിട്ടിട്ടാ. എന്നിട്ട് നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഞാൻ ടിന്നോർക്ക് ഒഴിച്ചപ്പോൾ കുറച്ച് ഓവറായി പോയിട്ടാ. പറഞ്ഞിട്ട് കാര്യമില്ല, ചൂടായി പോയില്ലേ. ഇനി അധികം നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ച ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കട്ടോ. ഇനി അധികം നമുക്ക് ഒന്ന് കടി മൂത്ത് വരണ മുന്നായിട്ട് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം. ഉലുവ ഇങ്ങനെ എണ്ണയിൽ വെളിച്ചെണ്ണ ഇട്ടുകൊണ്ട് മൂപ്പിച്ചാൽ നല്ല ടേസ്റ്റാട്ടോ. കറിക്ക് നല്ലൊരു സ്മെല്ലുമാണ്. അപ്പോൾ ചിലവരിങ്ങനെ ഉലുവ ഇങ്ങനെ വറുത്ത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാൻ അങ്ങനെ എണ്ണയിലിട്ട് കൊടുക്കലാണ് സാധാരണ. നമുക്ക് കുറച്ച് 2 വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കണം. ഉള്ളിയൊക്കെ ഒരുവിധം മൂത്ത് വരുന്നുണ്ട് കേട്ടോ. ആ മൂത്ത് വരുമ്പോൾ നമുക്കത് ഇനി അതിലേക്ക് കോരി ഒഴിവാക്കട്ടോ. നല്ലൊന്ന് വെളിച്ചെണ്ണ കിടന്നിട്ട് വേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് നല്ലൊന്ന് മൂക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ ആകുമ്പോൾ ഉലുവ അങ്ങനെ വല്ലാതെ പൊട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ ഉള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടെ ആദ്യം കോരിയാണ്ട് കറിക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നല്ലൊന്ന് പൊട്ടിട്ടാവും ഉലുവ. നമുക്ക് കുറച്ച് ഒരു കറിക്കൊരു കളറിന് വേണ്ടിയിട്ട് കേട്ടോ. മേലെ ഇങ്ങനെ നല്ലൊരു ചുവന്ന കളറായി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചൊരു 1/2 സ്പൂണ് മുളക് പൊടി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തീയൊന്ന് കുറച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ കരിഞ്ഞ് പോവും. എണ്ണ നല്ല ചൂടുണ്ട്. മുളക് പൊടി അത് ഇട്ട് കൊടുത്തിട്ട് തീയൊന്ന് വറുക്കട്ടെ. നമുക്കത് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മൾ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ചട്ടിയിൽ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാണ്ട് ഒരു 3 കഷ്ണം മീൻ നമുക്ക് പൊരിച്ചെടുക്കാം.
ഇരുമ്പിൻ ചട്ടിയിലാവുമ്പോൾ മീൻ പൊരിച്ചാൽ നല്ലതാട്ടാ. നല്ല ഉഷാറിൽ കണ്ട് നല്ല മുരുമുരുക്കനെ നെരിഞ്ഞ് വരും നമ്മൾ വേറെയുള്ള ചട്ടിയിലൊക്കെ പൊരിക്കണക്കാട്ടി. അപ്പോൾ മോന് മാത്രമേ ഉച്ചയ്ക്ക് ചോറുന്നുള്ളൂ. അപ്പോൾ മോനക്ക് വേണ്ടിയിട്ടാണ് മീൻ പൊരിക്കണത്. പിന്നെ മീൻ അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. അപ്പോൾ നമ്മളെ കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മളെ കറി, അടിപൊളി കറി കേട്ടോ. എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറ്റക്കും പൊറോട്ടയ്ക്കും പത്തിരിക്കും എല്ലാം ദോശയ്ക്കും ഒക്കെ പറ്റും കേട്ടോ. എല്ലാവരോടും അസ്സലാമു അലൈക്കും.